ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ ആദ്യ മത്സരം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു ഗെയിം സ്റ്റൈലിൽ ഒരു ടീമപ്പ് ലിങ്കപ്പ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യം. ഇവിടെ 3 മത്സരങ്ങൾ പിന്നിട്ടിട്ടും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു ലിങ്കപ്പ് ഇതുവരെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ആദ്യത്തെ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ് കെവിൻ യോക്കയുടെ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷനായിട്ടുള്ള വരവും അതിനുശേഷം അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള ആ ഒരു ഹൈപ്പും. നമ്മൾ ഈ ഒരു 3 മത്സരങ്ങളായിട്ടും 1-2 പ്ലേയേഴ്സിൽ മാത്രം ഇൻഡിവിജ്വലി നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് കളിക്കുന്നതായിട്ടുള്ള ഒരു ഫോർമാറ്റാണ് ഇതുവരെയുള്ള ആ ഒരു ഗെയിം സ്റ്റൈലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ കണ്ട പരാജയങ്ങൾക്കൊക്കെ ഏറ്റവും അധികം പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഘടകമായിട്ട് ഞാൻ കാണുന്ന കാര്യം അത് ഇത് തന്നെയാണ്. ഒരുപാട് നേരം ബോൾ കാലിൽ വെച്ച് ബോൾ പൊസിഷൻ എടുത്ത് കളിക്കുന്നു എന്നതല്ലാണ്ട് ഒരു കണക്ടിവിറ്റി, ആ ഒരു ഫൈനൽ തേർഡിലുള്ള ഒരു മികച്ചൊരു ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു പാസ് പോലും നമുക്ക് ഫൈനൽ തേർഡിൽ കാണാൻ പറ്റുന്നില്ല. മധ്യനിരയാണെങ്കിലോ തണുത്തുറങ്ങിയിരിക്കുകയാണ്. അവിടെയാണെങ്കിൽ യാതൊരു ചലനം പോലും മധ്യനിരയിൽ കാണാനില്ല. സത്യം പറഞ്ഞാൽ ഈ ഒരു സന്ദർഭത്തിലാണ് ലൂണയുടെ ആ ഒരു പ്രസൻസ് ടീമിൽ എത്രത്തോളം ഗുണകരമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ഓക്കെ, പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ 3 മത്സരങ്ങളിലും ഈ പറഞ്ഞ ഗോളുകൾ വന്ന വഴി നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ബ്ലാസ്റ്റേഴ്സ് ഗോൾ വഴങ്ങുന്നത്, അതായത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോളുകൾ വഴങ്ങുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു ഡ്രിങ്ക്സ് ബ്രേക്ക് ഉണ്ടല്ലോ, 30 മിനിറ്റ് ശേഷം അല്ലെങ്കിൽ 60 മിനിറ്റ് കഴിഞ്ഞിട്ട് ആ ഒരു ഡ്രിങ്ക്സ് ബ്രേക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു 2 മിനിറ്റിനുള്ളിലാണ്, 2-5 മിനിറ്റിനുള്ളിലാണ് ബ്ലാസ്റ്റേഴ്സ് ആ ഒരു ഗോൾ വഴങ്ങുന്നത്. ആ ഒരു ഡ്രിങ്ക്സ് ബ്രേക്ക്, ആ ഒരു ഫ്രഷൻ ഓഫ് സെക്കൻഡിൽ ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ കറ്റാല താരങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് ആ ഒരു പ്രഷർ, അമിതമായ ആ ഒരു സമ്മർദ്ദം, ആ ഒരു ഇൻവോൾവ്മെൻറ്റ്, അത് കളിയെ നല്ല രീതിക്ക് ആ ഒരു സമയത്ത് ബാധിക്കുന്നുണ്ടെന്നുള്ളതിനുള്ള ഉത്തമമായിട്ടുള്ള ഒരു ഉദാഹരണം തന്നെയാണ് ആ ഒരു 5 മിനിറ്റിനിടയിൽ വരുന്ന ആ ഒരു ഗോളുകൾ. ഈ ഒരു സംഗതി ഞാൻ അന്ന് തന്നെ പറയണം എന്ന് വെച്ചതായിരുന്നു, പക്ഷേ ഈ ഒരു മത്സരത്തിൽ തന്നെ തുടരെ കണ്ട ഒരു കാഴ്ചയായതുകൊണ്ടും പിന്നെ ഇങ്ങനത്തെ ഒരു ഗോള് വരുന്ന ആ ഒരു സിറ്റുവേഷൻ കൂടി വന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഒരു പോയിൻ്റ് ഔട്ട് ചെയ്ത് ഇപ്പോൾ ഇത് പറയാൻ പറ്റിയിട്ടുള്ളത്. നമ്മളുടെ ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന 80-90% ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇപ്പോൾ വീഡിയോ കാണുന്നത്. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുകൊണ്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. നമ്മളുടെ ഈ ഒരു സെനിസ് ഫുട്ബോൾ എന്ന് പറയുന്ന ഈ ഒരു ചെറിയ കൊച്ചു കൂട്ടായ്മ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറം ചരിത്ര പ്രശസ്തമായിട്ടുള്ള അംഗീകാരങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു അകമഴിഞ്ഞ സപ്പോർട്ടും പിന്തുണയും കൊണ്ടും മാത്രമാണ് ഞാൻ വിചാരിച്ചതിനേക്കാളും അപ്പുറം വൈഡർ ഓഡിയൻസിലേക്ക് നമ്മളുടെ ഓരോരോ വീഡിയോസും ചെന്നെത്തുന്നത്. തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് ഇതുപോലെ തന്നെ കട്ടയ്ക്ക് നിങ്ങൾ കൂടെ കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇനി ടെക്നിക്കൽ വൈസ് കോച്ചിൻ്റെ ചില സമയത്തുള്ള തീരുമാനങ്ങളും ആ ഒരു സ്ട്രാറ്റജിയിലൊക്കെ അത്രയ്ക്ക് നമുക്കെന്താ സാറ്റിസ്ഫാക്ഷൻ തരുന്ന രീതിയിലല്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ ഔട്ട്പുട്ടാണെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇക്കഴിഞ്ഞ 3 മത്സരങ്ങളിലും 3 വ്യത്യസ്തമായിട്ടുള്ള ഫോർമേഷനിൽ ഇപ്പോൾ ഏറ്റവും കഴിഞ്ഞ ഇന്നലത്തെ മത്സരത്തിൽ 5 മാൻ ഡിഫൻസ് വെച്ചിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു മെത്തേഡിൽ കളിക്കുമ്പോൾ ഒരു തരത്തിലും ബ്ലാസ്റ്റേഴ്സിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ഒരു മിഡ് ബ്ലോക്ക് പോലും ഇല്ലാതെ ഇൻവൈസ് വിങ്ങിലേക്ക് സ്വിച്ച് ഓവർ ചെയ്ത് കളിക്കുമ്പോൾ ചില സമയത്തുള്ള ആ ഒരു ഗെയിം കാണുമ്പോൾ കോച്ച് തന്നെ ഇൻഡിക്കേഷനിലൂടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, കോച്ചിന് പോലും എന്താണ് നടക്കുന്ന ആ ഒരു സംഭവം മനസ്സിലാവുന്നില്ല എന്നുള്ളൊരു കാര്യം. സത്യം പറഞ്ഞാൽ ഇത്രയും ദയനീയമായിട്ടുള്ളൊരു ടീമിനെ, ഇത്രയും ലോ പ്രൊഫൈൽഡ് ആയിട്ടുള്ള താരങ്ങൾ വരുന്ന ഈ ഒരു ടീമിനെ ഷെയ്പ്പ് ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു കോച്ച് കുറച്ചധികം പാടുപെടുന്നുണ്ട്. ഇതുവരെ വെച്ചിട്ടുള്ള ആ ഒരു കണക്കുകളിൽ ആ ഒരു അൽഗോരിതത്തിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നത് ഡേവിഡ് കറ്റാലയെ കൊണ്ട് ഈ ഒരു ടീമിനെ റീബിൽഡ് ചെയ്തെടുക്കാൻ കഴിയില്ല. ഞാൻ നെഗറ്റീവ് അടിച്ചല്ല, കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുമ്പോൾ ഇതൊക്കെ തന്നെയാണ് യാഥാർത്ഥ്യം. ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ടീം മാനേജ്മെന്റ് നമ്മളെ തന്നെ പൊട്ടന്മാരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗൂഗിളിൽ പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത അത്രയും ലോ പ്രൊഫൈൽഡ് ആയിട്ടുള്ള താരങ്ങളെ കൊണ്ടുവന്നു. അത് എവിടെ നിന്ന് കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ അതിന് പോലും ഒരു ഉത്തരവില്ല. അപ്പോൾ ആ ഒരു നിലയിൽ എത്തി നിൽക്കുന്ന ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് തന്നെ വലിയൊരു ഭാഗ്യമെന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അലസതയും പിന്നെ ഓവറായിട്ട് ഇൻഡിവിജ്വൽ പ്ലേയേഴ്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് കളിക്കുക എന്നുള്ളത്. ഇപ്പോൾ വിങ്ങിലാണെങ്കിലും നമ്മൾ കൊറുവിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം കളിക്കുന്നുണ്ട്. പിന്നെ കെവിൻ യോക്കെ, ഈ 2 താരങ്ങളെ മാത്രമാണ് മെയിൻലി പന്ത് എത്തിച്ചു കൊടുത്ത് ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് കളിക്കുന്നത്. ഇപ്പോൾ 3 മത്സരങ്ങൾ കഴിഞ്ഞു. ഈ 3 മത്സരങ്ങളിലും ഇവരെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കളിച്ചിട്ട് ഒന്നും നടക്കില്ല എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴേ മനസ്സിലായി കഴിഞ്ഞതാണ്.
ടെക്നിക്കൽ വൈസ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ ഒരു പരിശീലകനായിട്ടുള്ള മിഗെയിൽ സ്റ്റെഹറ ത്രൂ ഔട്ട് എന്തെങ്കിലുമൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സ്റ്റെഹറയുടെ ആ ഒരു വെർട്ടിക്കൽ സ്ട്രാറ്റജിയിൽ മധ്യനിരയിൽ പന്ത് മെനഞ്ഞ് കളിച്ചിട്ടുകൊണ്ട് ആ ഒരു ഫൈനൽ തേർഡിലേക്കുള്ള ഇംപ്ലിമെൻറ്റേഷനൊക്കെ പ്രോപ്പർ തന്നെയായിരുന്നു. ഹൈലൈൻ ഡിഫൻസ് കളിക്കുമ്പോൾ ആ ഒരു ഗോള് വഴങ്ങുന്നു എന്നുള്ളൊരു നെഗറ്റീവ് ഫാക്ടർ മാത്രമേ സ്റ്റെഹറയുടെ കീഴിൽ നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളൂ. ഒരുപാട് പരിചയ സമ്പത്തുള്ള മനുഷ്യനായിരുന്നു ഇദ്ദേഹം. തിയറിറ്റിക്കലി ഇദ്ദേഹത്തിന് കുറേ കാര്യങ്ങളൊക്കെ അറിയാം. കഴിഞ്ഞ സീസണിലും ഇദ്ദേഹത്തിന് വേണ്ടുന്ന നല്ല പ്ലെയേഴ്സ് ഇല്ല എന്ന കാരണം കൊണ്ട് തന്നെ അവസാനം ഇദ്ദേഹത്തെയും പുറത്താക്കുകയായിരുന്നു. ഇനി ഈ ഒരു സന്ദർഭത്തിൽ ഏതൊരു സിസ്റ്റമാണ് ബ്ലാസ്റ്റേഴ്സിൽ നിലവിൽ വർക്കൗട്ട് ആവുക? കണ്ണുകൾ നേരെ ചെന്നെത്തുന്നത് ഇവാൻ വുക്കോമാനോവിച്ചിന്റെ കീഴിലാണ്. കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ 3 തവണ ബ്ലാസ്റ്റേഴ്സിനെ പ്ലേ ഓഫിൽ എത്തിക്കുകയും തുടർന്ന് 2 തവണ ഫൈനലിൽ എത്തിച്ച ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏക പരിശീലകനായി മാറിയിട്ടുള്ള ഇവാൻ വുക്കോമാനോവിച്ചിൻ്റെ ആ ഒരു സ്ട്രാറ്റജിയാണ്. ഇദ്ദേഹത്തിൻ്റെ ടെക്നിക്സ് എന്താണെന്ന് നമുക്കറിയാം. 4-4-2 ഫോർമേഷനിൽ ഭയങ്കര വലിയ ബിൽഡപ്പ് നടത്തുകയും ഭയങ്കര നല്ല സ്വിച്ച് ഓവറും, എന്തിനു പറയണം, എത്രയോ നല്ല മികച്ച കൗണ്ടർ അറ്റാക്കുകൾ, എത്ര നല്ല ലോങ് ബോൾ സ്ട്രാറ്റജീസും അതിൽ ഉൾപ്പെടുന്ന ഗോളുകളും, ലോങ് ബോളുകൾ കൊടുക്കുന്ന ലൂണയുടെ ആ ഒരു ഇൻവോൾവ്മെന്റ്, എത്ര നല്ല മനോഹരമായിട്ടുള്ള വോൾ പാസുകൾ, ഇതൊക്കെ കണ്ടിട്ടുള്ളത് ഇവാന്റെ കീഴിലുള്ള ബേസിക് അല്ലെങ്കിൽ അതിനേക്കാളും താഴെത്തട്ടിലേക്ക് പോയിട്ടുള്ള ഇവാൻ വുക്കോമാനോവിച്ച് വന്നിട്ട് ഓരോ സീസണുകളിലും വിറ്റഴിഞ്ഞ് പ്ലെയേഴ്സ് ചുരുങ്ങുമ്പോഴും കോച്ച് ആ ഒരു ഫോർമേഷനിൽ തന്നെ നിലനിന്ന് ആ ഒരു റിതം മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. ഇവാന്റെ സിസ്റ്റത്തിൽ വർക്കൗട്ടായിരുന്ന മെയിൻ ലെവലിൽ കളിക്കുന്ന ഓരോരോ പ്ലെയേഴ്സും ഓരോരോ സീസണിൽ വിറ്റഴിയുമ്പോഴും തുടർച്ചയായിട്ട് 3 സീസണുകളിലും തുടരെ ഇവാൻ വുക്കോമാനോവിച്ച് പ്ലേ ഓഫിൽ എത്തിച്ചിരുന്നു. ഡെഫിനറ്റ്ലി ഈ ഒരു കൊച്ചു സ്ക്വാഡ് വെച്ചിട്ടാണെങ്കിലും 4-4-2 ഫോർമേഷനിൽ എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാമെന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇവാൻ വുക്കോമാനോവിച്ചിന് കൃത്യമായിട്ട് അറിയാം. ഇന്ന് ഇതേ സന്ദർഭത്തിൽ ടീമിൽ ഇവാൻ വുക്കോമാനോവിച്ച് ഇല്ലാത്തത് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഞാൻ പറയുകയാണെങ്കിൽ. എന്ന് വെച്ച് ഇദ്ദേഹത്തിന് എല്ലാം ചെയ്യാൻ പറ്റുമെന്നുമല്ല ഞാൻ പറയുന്നത്. ഒരു ബേസിക് ടീമിനെ നിലനിർത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ട്രാറ്റജി ഇവാൻ വുക്കോമാനോവിച്ചിന്റെ കീഴിലുണ്ട്. അത് യൂണിറ്റ് ചെയ്തെടുക്കാനുള്ള കഴിവും അദ്ദേഹത്തിനുണ്ട്. മാത്രമല്ല താരങ്ങളോടുള്ള ആ ഒരു അപ്രോച്ച്, ആ ഒരു സ്നേഹം, ഭയങ്കര സിമ്പിളാണ് ആ ഒരു മനുഷ്യൻ. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം മതി ഇവാൻ വുക്കോമാനോവിച്ചിന് തീർച്ചയായിട്ടും ആ ഒരു ടീമിനെ റീബിൽഡ് ചെയ്തെടുക്കാൻ കഴിയും. പിന്നെ ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പ്രത്യേകിച്ച് ഈ ഒരു സിറ്റുവേഷനിൽ നമുക്കറിയാമല്ലോ, ഇവാൻ വുക്കോമാനോവിച്ചും നമ്മുടെ മാനേജ്മെൻറ്റുമായിട്ടുള്ള ഒരു സംഘർഷവും കാര്യങ്ങളൊക്കെ. എന്താണെങ്കിലും ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് മാറാതെ ഈ ഒരു ടീം ഗുണം പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ കാര്യം മാത്രമല്ല, പൊതുവെയുള്ള എല്ലാ ആരാധകരുടെയും അഭിപ്രായം മാത്രമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാനിവിടെ നെഗറ്റീവ് അടിച്ച് പറഞ്ഞെന്ന് ഇനി പറയരുത്. സോ ഇപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു സെക്ഷൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് പല സെക്ഷനായിട്ട് നമുക്ക് തിരിച്ച് മറ്റൊരു വീഡിയോ ചെയ്യാവുന്നതാണ്. സോ ഇപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇതിൽ നല്ല പുതുപുത്തൻ വിശേഷങ്ങളുമായി സെൻസ് ഫുട്ബോൾ വീണ്ടും എത്താം. ബൈ.